ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റോറേജ് ബാഗാണ് ചെയ്യുന്നത്. ഇത് പഴയ കുർത്തിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോയാണിത്. അപ്പോൾ ഈ കുർത്തിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആ ബട്ടൺസിൻ്റെ താഴ്ഭാഗം വെച്ച് ഞാനത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇവിടെ നിന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ താഴ്ഭാഗം നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ പരമാവധി എത്രത്തോളം വീതിയും നീളവും കിട്ടുന്നുണ്ടോ അതനുസരിച്ചൊന്ന് വരച്ചു കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നീളം 22 ഇഞ്ചാണ്, വീതി 16ആണ്, ലെങ്ത് 22 ഇഞ്ചാണ്, വീതി വെഡ്ത്ത് 16 ആണ്. അപ്പോൾ ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് ഞാൻ പ്ലാസ്റ്റിക് ചാക്കിൻ്റെ ഒരു പീസാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ലൈനിങ്ങിന് പകരം എന്ത് തുണിയും നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ലൈനിങ് തന്നെ വേണമെന്നില്ല. അപ്പോൾ ഞാൻ സാരിയുടെ ഒരു പീസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൂന്നും കൂടി നമുക്ക് കറക്റ്റിന് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം, ചുളിവൊന്നും ഇല്ലാതെ. ശേഷം ഞാൻ 2.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കതിലേ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്കിത് 2 പീസാണ് വേണ്ടുന്നത്. അപ്പോൾ ആ 2 സൈഡും കൂടി ഒന്ന് അടിക്കണം, ലെഫ്റ്റും റൈറ്റും 2 പീസിൻ്റെ. ശേഷം 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒന്ന് ലൈനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് കറക്റ്റിന് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇപ്പോൾ നമുക്ക് 21 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ശേഷം ആ 21 ഇഞ്ച് ഭാഗം നമുക്കൊന്ന് 2 പ്രാവശ്യം ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തണം. ഡബിൾ ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക 2 പീസും. അവിടെ നമുക്ക് സിബ് വയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഞാനത് 2 പീസും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യം മടക്കി ഒന്ന്. ഇപ്പോൾ 21 ഇഞ്ചിലാണ് നമ്മൾ സിബ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് നല്ല വശം 2 പീസിൻ്റെയും നല്ല വശം മുകളിലാകത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം സിബിൻ്റെതും നല്ല വശം ഇതേ രീതിയിൽ വെച്ച് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സിബ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് റണ്ണറും ഇടാം. ഇപ്പോൾ 2 റണ്ണറാണ് ഇടുന്നതെങ്കിൽ ഒന്ന് ലെഫ്റ്റ് സൈഡിലും ഒന്ന് റൈറ്റ് സൈഡിലുമായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ശേഷം നമ്മൾ ആ സിബ് ഭാഗം സെൻറ്ററിൽ ആകത്തകം വെച്ചിട്ട് നല്ല സ്ട്രെയിറ്റ് ഒന്ന് ആക്കി ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ മടക്കി കൊടുത്തതിന് ശേഷം ആ താഴ്ഭാഗം ഒന്ന് 2 കൂടി ഒന്ന് ജോയിൻറ്റ് ചെയ്തുക. അപ്പോൾ 2 കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗം എന്നിട്ട് പൈപ്പിങ്ങും കൂടി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ പൈപ്പിങ്ങും കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ആ സിബിൻ്റെ താഴ്വശത്തുനിന്ന് ടേപ്പ് വെച്ചതിന് ശേഷം ഒന്ന് 5.5 ഇഞ്ച് 5.5 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്തിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. 5.5 5.5 ഇഞ്ച്. എന്നിട്ട് ആ 2 സൈഡും കൂടി എടുത്തിട്ട് നമുക്ക് കറക്റ്റിന് ഒന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ മടക്കിൽ 5.5 ഇഞ്ച് തന്നെ വരണം. അപ്പോൾ ഇതേപോലെ 5.5 ഇഞ്ച് മാത്രമായിട്ടൊന്ന് മടക്കി എടുക്കുക ഇതേ രീതിയിൽ. നമ്മൾ വരച്ച ഭാഗമാണത്. ഇപ്പോൾ നമ്മൾ 5.5 ഇഞ്ച് തന്നെയുണ്ട്. അപ്പോൾ ഭാഗം ഒന്ന് മടക്കി നല്ല സ്ട്രെയിറ്റ് ചുളിവൊന്നും ഇല്ലാതെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് 4.5 ഇഞ്ചാണ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. ഇപ്പം 4.5 ഇഞ്ച് എടുത്ത് 4 കോർണറിലും ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. 4 സൈഡിൽ 4.5 ഇഞ്ച് തന്നെയാണ്.
അപ്പോൾ ഇത് നമുക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ രണ്ട് സൈഡും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് റണ്ണർ ഇടണമെങ്കിൽ ഈ സമയത്ത് റണ്ണർ ഇടാം. നമുക്ക് ഒന്ന് ലെഫ്റ്റ് സൈഡിൽ കൂടിയും ഒന്ന് റൈറ്റ് സൈഡിൽ കൂടിയും തുണിയുടെ നല്ല വശമാക്കി വെച്ചതിന് ശേഷം ഞാൻ അല്പം വയർ അല്പം നീട്ടിയെടുത്തിട്ടാണ് റണ്ണർ ഇടാറുള്ളത്. അപ്പോൾ ഒരെണ്ണം നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലിടണം. സിബിൻ്റെ നല്ല വശമാക്കിയതിന് ശേഷം ഇപ്പോൾ റൈറ്റിലും ഒരു റണ്ണർ ഇടണം. ഇപ്പോൾ രണ്ടെണ്ണം ഇട്ടാൽ നല്ലതാണ്. ശേഷം നമ്മൾ ആ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്കി ബാലൻസ് സിബ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡ് ലെഫ്റ്റ് റൈറ്റ് രണ്ട് സൈഡും ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കവിടെ പൈപ്പിംഗ് കൊടുക്കണം. ഇപ്പോൾ പൈപ്പിങ്ങും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത 4 കോർണറും നമുക്ക് ഇതേ രീതിയിൽ വച്ചിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്യണം. അതുപോലെ ഒന്ന് 4 കോർണറും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ പൈപ്പിംഗ് കൊടുത്ത് ഏത് വശത്തോട്ടാണോ മടക്കിയിരിക്കുന്നത് അപ്പോൾ ഓപ്പോസിറ്റും അതേപോലെ തന്നെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അടുത്ത കോർണറും ശേഷം നമ്മൾക്ക് 4 ഭാഗത്തും ഒന്ന് പൈപ്പിംഗ് കൊടുക്കണം. അപ്പോൾ നമുക്ക് പൈപ്പിങ്ങും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നല്ല വശത്തേക്കാക്കണം. ഇപ്പം നമ്മുടെ ബാഗ് റെഡിയായി കഴിഞ്ഞു. നല്ല ഉപകാരപ്പെടുന്നൊരു വീഡിയോ തന്നെയാണിത്. ഇപ്പോൾ പഴയ കൂർത്തിയിൽ നമ്മളിത് പല അളവിൽ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇന്നേഴ്സും ഷിമ്മിയും നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് പല അളവിൽ ചെയ്ത് വെച്ചാൽ നമുക്ക് തേടി നടക്കുകയും ചെയ്യേണ്ട, നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ ഭാഗം കൊണ്ട് തന്നെ നമ്മളൊരു സ്ട്രാപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം 3 ഇഞ്ച് വീതിയിലാണ് ഞാനത് കട്ട് ചെയ്തിട്ടുള്ളത്. 9 ഇഞ്ചാണ് നീളം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ 1 ഇഞ്ചാണ്. ഇപ്പോൾ നമ്മൾ ആ ഭാഗത്ത് ടോട്ടൽ 12 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മിഡിൽ ഒരു 6 ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം രണ്ട് സൈഡും 3 ഇഞ്ച് വീതം, അപ്പോൾ 3 ഇഞ്ച് വീതം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് രണ്ട് സൈഡും ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് ഒന്ന് കുറച്ചൊന്ന് 1 ഇഞ്ചോളം ഒന്ന് മടക്കി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ഭാഗത്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സൈഡിലും വെക്കാവുന്നതാണ് സ്ട്രാപ്പ് രണ്ട്. ഇതിപ്പോൾ ഞാൻ ആ ഫ്രണ്ട് വശത്താണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ സൂചി നൂല് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്, മെഷീൻ ഉപയോഗിച്ചിട്ടല്ല, മെഷീൻ സ്റ്റിച്ചല്ല സ്ട്രാപ്പിന് വെച്ചിട്ടുള്ളത്. ഇപ്പം നമുക്ക് നല്ല ഭംഗിയില്ലേ, ഒരുപാട് ഉപയോഗമാണിത്. നൈറ്റിയിലും ഒക്കെ നമുക്കിതിൽ ചെയ്തെടുക്കാവുന്നതാണ്. പഴയ തുണികളിൽ ഒരുപാട് പഴക്കം ചെല്ലാത്ത നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇത് കൂർത്തി സൈസ് ചെറുതായതാണ്, കൂർത്തി നന്നായിട്ട് തന്നെയുണ്ട്. ഇപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഒത്തിരി ഉപയോഗമാണ് നമ്മൾക്ക്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് സ്നേഹം മാത്രം. താങ്ക്സ്. നല്ല ഭംഗിയില്ലേ ആണ്. ഓക്കെ, താങ്ക് യു.